നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ കണ്ട് നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കുന്ന, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഒരുപാട് സ്റ്റോറുകളൊക്കെ വഴി നമുക്ക് വെബ്സൈറ്റുകൾ വഴി ക്രിയേറ്റ് ചെയ്ത് സ്റ്റോറൊക്കെ ഉണ്ടാക്കി നമുക്ക് ഒരുപാട് ഫ്യൂച്ചേഴ്സൊക്കെ ഉള്ള സ്റ്റോറുകളൊക്കെ ഉണ്ടാക്കി നമ്മൾ കൊമേഴ്സ് വെബ്സൈറ്റുകളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. അതൊക്കെ വെബ്സൈറ്റ് വഴി, അതായത് കാശ് മുടക്കി അത് പർച്ചേസ് ചെയ്തൊക്കെയാണ്. അതിന് കുറച്ച് എക്സ്പെൻസ് ഒക്കെ ഉണ്ട്. ഇതൊന്നുമില്ലാതെ സാധാരണക്കാരൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വാട്സാപ്പ് വഴി എങ്ങനെ ഒരു സ്റ്റോർ ഉണ്ടാക്കാം, ആ സ്റ്റോർ വഴി നിങ്ങൾക്ക് എങ്ങനെ പ്രൊഡക്റ്റ് വിൽക്കാം എന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടിനോ ടോക്കീസിൻ്റെ വീഡിയോ ആണ്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെൽ ബട്ടൺ നയിക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഇതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു സീരീസ് അതുപോലെ ഇങ്ങനെ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വീഡിയോ ലഭ്യമാണ്. നിങ്ങൾ പുറത്തു പോയി പഠിക്കാൻ നോക്കിയാൽ 12,000 രൂപയൊക്കെ മുകളിൽ ഫീസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടി വരും. ഇത് ഞാൻ നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ക്യാപ്സുൽ രൂപത്തിൽ ട്യൂട്ടോറിയലായിട്ടുകളാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് വേണ്ടി ഏറ്റവും ആവശ്യമായിട്ടുള്ള നിങ്ങൾ ആദ്യം ഒരു ബിസിനസ് വാട്സാപ്പ് യൂസ് ചെയ്യുക. ബിസിനസ് വാട്സാപ്പ് നിങ്ങൾക്കറിയാം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചേഴ്സാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുവരും, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇതുണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് വാട്സാപ്പ് കാണാം, ബി എന്ന് എഴുതിയ വാട്സാപ്പ്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ആക്കുക. അവിടെ ഏറ്റവും ടോപ്പിൽ 3 ഡോട്ട് വേണം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് എന്ന് പറയുന്നുണ്ടോ, അറ്റോമിക് സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ ബിസിനസ് ടൂളാണ് നമ്മൾ വേണ്ടത്. അതിൽ കാറ്റലോഗ് എന്ന് പറയുന്നുണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആഡ് ന്യൂ ഐറ്റം എന്ന് പറയുന്നുണ്ടോ, അവിടെ നമുക്ക് എന്ത് പ്രോഡക്റ്റാണോ നമ്മൾ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഇമേജ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നിലധികം ഇമേജ് ഉണ്ട്, നമുക്ക് ഒന്നിലധികം ഇമേജുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ആ പ്രോഡക്റ്റിൻ്റെ നെയിം എന്താണെന്ന് നോക്കി അടിച്ചു കൊടുക്കുക. എത്ര രൂപയാണ് നിങ്ങളതിന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതും റേറ്റും ഒന്ന് എഴുതി കൊടുക്കുക. അതിനെപ്പറ്റി എന്തെങ്കിലും ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഒന്ന് കൊടുക്കുക. മോർ ഫീൽഡ് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ പ്രോഡക്റ്റിനെ പറ്റി ആഡ് ചെയ്യണമെങ്കിൽ മോർ ഫീൽഡ് ഒന്ന് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് വിസിബിൾ ആവണം. ഇതുകൊണ്ട് ഒരു ക്ലോക്കിൻ്റെ ഗുണം, അതിന് മീൻസ് അത് ഹൈഡാണ്, അത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല, നമുക്ക് മാത്രമേ കാണാൻ പറ്റില്ല. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു കാർട്ടിന് പെട്ട അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. വ്യൂ കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എനേബിൾ ആവുന്നതായിരിക്കും. അതായത് നമ്മുടെ വാട്സാപ്പ് നമ്പർ സേവ് ചെയ്തിട്ടുള്ള കോൺടാക്റ്റുകൾക്കെല്ലാം നമ്മുടെ ഇത് കാണാൻ സാധിക്കുന്നതാണ്, നമ്മുടെ കാർട്ടിലുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഓരോന്നായിട്ട് വിസിബിൾ ആക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്കത് നമ്മുടെ കസ്റ്റമർക്ക് എങ്ങനെയാണ് വ്യൂ ആവണമെന്ന് നോക്കാം. ഇനി മറ്റൊരാളുടെ ഫോണിൽ അതെങ്ങനെയാണ് ഷോ ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ഈ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് ഈ ഫോണിൽ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തു. ഇതുകൊണ്ട് ഇവിടെ ഒരു വീടിൻ്റെ പടം ഉണ്ടോ, അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് വ്യൂ ആവണമെന്ന് നോക്കാം. ഇതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് അതെല്ലാം ഇവിടെ വ്യൂ ആകുന്നുണ്ട്. ഇനി നമുക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ സെയിൽസിനായിട്ട് അവർക്ക് മെസ്സേജ് ചെയ്യാം. ഇനി അവർക്ക് ആ ഒരു ഐറ്റത്തിനെ പറ്റിയാണെങ്കിൽ ആ ഐറ്റം സെലക്ട് ചെയ്യാം. ഒന്നിലധികം ഇമേജുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് അവർക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്കത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് കാർട്ടിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാർട്ടിലേക്ക് ആഡ് ചെയ്യാം അങ്ങനെയുള്ള സാധനം. ഇപ്പോൾ ഇത് എന്തെങ്കിലുമൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ, അതായത് എന്തെങ്കിലും വെജിറ്റബിൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്കിങ്ങനെ ആഡ് ചെയ്യാം. എത്രയൊക്കെ യൂണിറ്റ് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കാർട്ടിലേക്ക് ഇടാം. അതായത് ഒരു കൊമേഴ്സ് വെബ്സൈറ്റ് ആണ്, എങ്ങനെയാണോ അതേ രീതിയിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതറിയില്ലാത്ത ഒരുപാട് പേരുണ്ട്, അപ്പോൾ അതിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.